ഹലോ ഗൈസ്, ഞാൻ അഭിനന്ദ്, നിങ്ങളുടെ മെഡിക്കോ മെൻറ്ററാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജായ ESIC മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ESI IP കോഡിനെ പറ്റിയും നമ്മുടെ കോളേജ് അക്കാഡമിക്സിനെ പറ്റിയിട്ടും പിന്നെ കോളേജ് ലൈഫിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടാവുക. സോ ഓൾ ഓഫ് യു, വെൽക്കം ടു ദ വീഡിയോ. ഹായ്, ഞാൻ ആദിത്യ കൃഷ്ണ. ഞാനിവിടെ തേർഡ് ഇയർ MBBS ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ESIനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ESI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അത് നമുക്ക് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അപ്പോൾ അതിൻ്റെ പല ഗുണങ്ങളുണ്ട്. അതിൽ ഒരു ഗുണമാണ് നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് MBBS സീറ്റ്, അവരുടെ മക്കൾക്ക്, ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ മക്കൾക്ക് ഇവിടെ MBBS ESI കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു 11ഓളം ESI മെഡിക്കൽ കോളേജുകളിൽ MBBS സീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കോളേജിൽ BDS സീറ്റും ഉണ്ട്. നമുക്ക് ഏതാണ്ട് ഒരു 468ഓളം MBBS സീറ്റ് ഉണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കോളേജുകളാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ESI ബാംഗ്ലൂരിൽ നമുക്ക് ഒരു വർഷം 24,000 രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടി ചേർത്താൽ പോലും ഒരു വർഷം അധികം ചിലവില്ലാതെ നമുക്ക് നല്ല രീതിയിൽ MBBS പഠിക്കാം. അപ്പോൾ ഈ ESI കോട്ട കിട്ടാനുള്ള മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ESIയിൽ രജിസ്റ്റർ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്തിട്ട് ആദ്യം ESIയിൽ പോയി അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കൗൺസിലിംഗ്, MCCയുടെ കൗൺസിലിങ്ങിൽ നമ്മൾ സ്കോർ കാർഡൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ഏതാണ്ട് ഒരു 1,00,000 ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജനറൽ OBC ജനറൽ കാറ്റഗറിയിലൊക്കെ ESI കോട്ട വഴി അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ കോളേജിലെ ക്ലിനിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ 500 ബെഡ് ഹോസ്പിറ്റലാണ്. നമ്മുടെ MBBS സിലബസ് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ഇയർ നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ്, സെക്കൻഡ് ഇയർ പാരാക്ലിനിക്സ്, തേർഡ് ഇയർ മുതലാണ് നമുക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് ഇയർ മുതലേ നമുക്ക് ക്ലിനിക്കൽസ് ഇത്ര മണിക്കൂർ, അതായത് ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന പേരിൽ നമുക്ക് ഇത്ര മണിക്കൂർ ക്ലിനിക്കൽസിനായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ ബാച്ചിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് രാവിലെ പോസ്റ്റിങ്സും ഉച്ച കഴിഞ്ഞ ക്ലാസ് എന്ന രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ മാറും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മേജർ മൈനർ ഉണ്ടെന്നുള്ളത്, അതായത് നമ്മുടെ OPT, സർജറി, മെഡിസിൻസ് ഒക്കെ മേജറും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും മൈനർ പോസ്റ്റിങ്സും ആയിരിക്കും. സോ ഈ കോളേജിൽ നിങ്ങൾ നമ്മുടെ എല്ലാ മേജർ പ്രൊസീജിയേഴ്സും എല്ലാം നമ്മളിവിടെ അണ്ടർഗോ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിവിടെ MBBS പഠിച്ച് നമ്മൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മൾ പഠിച്ചതിനെ പറ്റിയും നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആസ് എ ഡോക്ടർ എന്നുള്ള കാര്യങ്ങളും നമുക്ക് വ്യക്തമായ ഒരു ഓവർവ്യൂ കിട്ടാനും അതിനെപ്പറ്റി നല്ലോണം ഒന്ന് പഠിക്കാനും ഈ കോളേജ് നമ്മളെ വളരെയധികം സഹായിക്കും. ഹായ്, ഞാൻ അനഘ ജിൻസൺ. ഞാൻ ESI മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിലെ തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ ശരിയാവുന്ന ആ ഒരു മൊമെൻറ്റ് തൊട്ട് നമ്മളെല്ലാവരും ഒരു ക്ലൗഡ് നൈൻ സ്റ്റേജിൽ നിൽക്കുന്ന ടൈമാണ്. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരുപാട് സെൽഫ് ഡൗട്ട്സ്, അങ്ങനെയുള്ള ഒരു ടൈമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഈ എക്സ്പെക്റ്റേഷൻസ്, നമ്മൾ ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, ഈ എക്സ്പെക്റ്റേഷൻസിനൊക്കെ ഒരു 90% മീറ്റ് ചെയ്യുന്ന ഒരു കോളേജാണ് നമ്മുടെ കോളേജ്. പിന്നെ മെഡിക്കൽ കോളേജ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് സ്റ്റഡീസ്. ലൈക്ക് വി ഡു ഹാവ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്ക് കൾച്ചറൽസ് ഉണ്ട്, സ്പോർട്സ് ഫെസ്റ്റ് ഉണ്ട്, പിന്നെന്താ നമുക്ക് ഓണം സെലിബ്രേഷൻ, ഗണേശ് ചതുർത്ഥി, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മുടെ കോളേജ് ഔട്ട്സൈഡ് കേരള ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ലൈക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പം പുതിയ കൾച്ചേഴ്സിനോടായിട്ടുള്ള നമുക്കൊരു അക്വൈൻറ്റൻസ് വരും. പിന്നെ ഒരുപാട് പുതിയ ലാംഗ്വേജസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മൾ പിന്നീട് നമ്മൾ വേറെ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു ടൈമൊക്കെ ആകുമ്പോൾ അത് നമുക്ക് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആക്ച്വലി. പിന്നെ പറയാനാണെങ്കിൽ
നമ്മുടെ ഹോസ്റ്റൽ ലൈഫ്. നമ്മൾ ഒരു 10th 12th അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വരെ നമ്മൾ നിന്നിരുന്ന ഒരു സാഹചര്യമല്ല കോളേജിൽ പോയി കഴിയുമ്പോൾ. നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ തീരെ കണ്ട് പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യും. നമുക്ക് കണ്ട് പരിചയമില്ലാത്ത കൾച്ചേഴ്സിനായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നമുക്ക് ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, കണ്ടിട്ടില്ലാത്ത കൾച്ചേഴ്സ്, കണ്ടിട്ടില്ലാത്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തരും. നമ്മൾ കണ്ടിട്ടില്ലാത്ത സിറ്റുവേഷൻസിനോട് നമ്മൾ കോപ്പ് ചെയ്യാനായിട്ട് പഠിക്കും. നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കും. നമ്മൾ അത്രയും നാൾ നമുക്കൊരു സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറി നമ്മളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കേണ്ട ഒരു ടൈമാണ് നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ സീനിയേഴ്സാണ്. വേറൊരു പ്രൊഫഷണൽ കോളേജോ അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ വേറൊരു ഡിഗ്രി കോഴ്സിലോ ഇല്ലാത്ത അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് അവരുടെ സീനിയേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ മെൻറ്റേഴ്സാണ് അവർ. നമ്മുടെ ക്ലിനിക്കൽസിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ പഠിക്കേണ്ട കാര്യങ്ങളായാലും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതൊക്കെ നമുക്ക് ആക്ച്വലി പറഞ്ഞു തരുന്നത് നമ്മുടെ സീനിയേഴ്സാണ്. ശരിക്കും അവർ നമ്മുടെ മെൻറ്റേഴ്സാണ്, നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് അവർ. നമുക്ക് വേണ്ട സപ്പോർട്ട്, മെൻറ്റൽ സപ്പോർട്ട്, നമുക്കൊരു സോ കോൾഡ് ഫാമിലി ഫീലൊക്കെ തരുന്ന ആൾക്കാരാണ് നമ്മുടെ സീനിയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവ്രിതിങ് ഈസ് എ ലേണിംഗ് പ്രോസസ്, എവ്രിതിങ് ഈസ് എൻ എക്സ്പീരിയൻസ്. അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് കളക്ട് ചെയ്യാനായിട്ട് I don't think there is a better option than a medical college. അപ്പം everything is an experience, so enjoy every moment, enjoy yourself. ഹായ്, എൻ്റെ പേര് നിഖിൽ കൃഷ്ണൻ. ഞാനിവിടെ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കോളേജിലെ കുറച്ച് പരിപാടികളെ പറ്റിയാണ്. അതായത് സ്പോർട്സ് ആയാലും കൾച്ചറൽ പരമായിട്ടായാലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പരിപാടികളെ പറ്റി. സോ ഇപ്പോൾ നമ്മളുടെ കോളേജിലുള്ള പരിപാടികൾ എന്തെന്നൊക്കെ ചോദിച്ചാൽ, കൾച്ചറൽസിൽ നമുക്ക് അദ്വയ എന്ന് പറഞ്ഞ പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. സോ അദ്വയയിൽ നമുക്ക് പാട്ടും ഡാൻസും തുടങ്ങിയ എല്ലാ പരിപാടികളും എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. വളരെയധികം രസകരമേറിയ ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മൾ പുറത്ത് നമ്മളുടെ ESI തന്നെ ഇന്ദിരാനഗറുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പരിപാടി നടത്തുന്നത്. സോ ആ പരിപാടി വളരെയധികം ഈ ഒരു കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മൾ നടത്തിയത്. പിന്നെ അദ്വയയിൽ പറയുമ്പോൾ നമ്മളിവിടെ കോളേജിനകത്തും കുറേ പരിപാടികൾ, അതായത് ഓഫ് സ്റ്റേജ് ഇവൻറ്റ്സ് ആയിട്ടും നടത്തി വരുന്നു. പിന്നെ നമുക്കുള്ളത് രണരംഗയാണ്. രണരംഗ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പോർട്സ് ഡേയിൽ നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ എല്ലാ കളികളും നമ്മൾ ഔട്ട്ഡോർ ഇവൻറ്റ്സ് ആയിട്ട് നടത്തുന്നു. വേറെ നമ്മൾ ഇൻഡോർ ആയിട്ട് ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ കോളേജിൽ നമ്മൾ കൈവശമുണ്ട്. പിന്നെ നമുക്കുള്ളൊരു പരിപാടി എന്തെന്നാൽ നമുക്ക് ഗണേശ ചതുർത്ഥിയാണ്. ഗണേശ ചതുർത്ഥി ഇവിടെ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു ഇവൻ്റാണ്. സോ അതിലായിരുന്നാലും വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്നാൽ ഒരു കോമ്പറ്റീഷൻ, ഡാൻസ്, പാട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ നമുക്കുണ്ട്. അത് പരിപാടി അവസാനിക്കുന്നത് ഗണേശ വിഗ്രഹം നമ്മൾ ഒഴുക്കിക്കളയുന്നതോടെയാണ്. പിന്നെയുള്ള നമ്മളുടെ പരിപാടി ഓണം വളരെയധികം ആഘോഷമായിട്ട് നമ്മൾ നടത്തുന്നൊരു സംഭവമാണ്. അതായത് എല്ലാ കാര്യങ്ങളും, ഓണസദ്യ മെയിനായിട്ട്, പിന്നെ നമ്മളുടെ വടംവലി ആയിരുന്നാലും ചെണ്ടമേളമായിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒന്നിനോടൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എത്നിക് ഡേ ആണ്. എത്നിക് ഡേയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരെന്ന് പറയാൻ റീസൺ, നമ്മുടെ കോളേജ് ഒരു ഓൾ ഇന്ത്യ കോളേജ് ആയതിനാലും സെൻട്രൽ ഗവൺമെൻറ് കീഴിലായിരുന്നാലും പല സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളും ഇവിടെ പഠിക്കാൻ വരും. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ കൾച്ചർ ആയതിനാൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം വ്യത്യസ്തമാണ്. സോ അവരെല്ലാവരും ആ കൾച്ചർ, അവരുടെ ഒരു കൾച്ചർ കാണിക്കുകയും അവരത് ഒരുമിച്ച് മിങ്കിൾ ചെയ്യുകയും ചെയ്യുന്നൊരു വേദിയാണ് എത്നിക് ഡേ എന്ന് പറയുന്നത്. എത്നിക് ഡേയിൽ എല്ലാവരും അവരവരുടെ വേഷവിധാനങ്ങളിൽ വന്ന് അതൊക്കെ ആ കൾച്ചർ നമ്മളോട് പങ്കുവെച്ച് നമ്മളതൊക്കെ അംഗീകരിച്ച് വളരെ സന്തോഷത്തോടെ യൂണിറ്റിയോടെയും നീങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പിന്നെ എനിക്ക് അവസാനമായി പറയാൻ കഴിയുന്നത്, ഈ ഒരു കോളേജിൽ നമ്മളിപ്പോൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന ഒരു വളരെയധികം എക്സ്പീരിയൻസ് ആണ്. പുതിയ ഭാഷ, പുതിയൊരു കൾച്ചർ, പുതിയ ആഹാര രീതികൾ എല്ലാം നമ്മൾ പഠിച്ചു വരും. സോ അതിനാൽ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും എനിക്കൊരു വാക്ക് തരാൻ കഴിയും, എനിക്കൊരു വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ കോളേജിൽ വരിക എന്നുള്ളത്. അക്കാഡമിക്കലി എക്സ്ട്രാ കരിക്കുലർ ആയിരുന്നു.